ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉയർപ്പിക്കപ്പെട്ട ഈശോ ശിഷ്യന്മാരുടെ കൂടെ നടക്കുക പല മേഖലകളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പലപ്പോഴും ശിഷ്യന്മാര് അവിശ്വസിക്കുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്, പലവിധ ചിന്തകള് അവരുടെ മനസ്സിൽ ഉയർന്നു വരുന്നുണ്ട്. ഈശോ ഈ ഒരു ബോധ്യം, ഉയർപ്പിക്കപ്പെട്ടു എന്ന ബോധ്യം അവർക്ക് നൽകിയതിനു ശേഷം ഈശോ ചെയ്യുക, അവരെ ദൗത്യം ഏൽപ്പിക്കുക. ക്രിസ്തുവിനോട് കൂടെ അവർ ജീവിച്ചു. ക്രിസ്തുവിന്റെ പീഡാസംഗങ്ങളെല്ലാം കണ്ടു, പേടിച്ചുപോയി, ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. വീണ്ടും അവൻ ഉയർപ്പിക്കപ്പെട്ടു, പുതിയ പ്രതീക്ഷകളായി, സന്തോഷമായി, സമാധാനമായി. അതിന് നിറവിൽ കർത്താവ് പറയുക, നിങ്ങളിത് പോയി എല്ലാവരെയും അറിയിക്കണം. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെയാണ് പറയുക: അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. അനുഭവിച്ച ആ ക്രിസ്തുവിനെ, കണ്ടെത്തിയ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനാണ് പറയുക. പ്രിയ സഹോദര സഹോദരി, നിന്റെയും ജീവിതത്തിന് ദൗത്യത. നീ അനുഭവിച്ചറിഞ്ഞ ഈ ക്രിസ്തുവിനെ നിന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരിലേക്കെല്ലാം എത്തിക്കണം. അതൊരു ദൗത്യം. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. വിഷയ വ്യക്തി നിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടരുത് എന്ന് പ്രാർത്ഥിക്കുക. നീ നൽകിയ ആഹ്വാനം അനുസരിച്ച് ചെല്ലുന്നിടത്തെല്ലാം, കണ്ടുമുട്ടുന്നവരിലെല്ലാം നിന്നെ പങ്കുവയ്ക്കുവാനായിട്ട് വ്യക്തിക്ക് സാധിക്കട്ടെ. ഈ ദിവസത്തിനുള്ള കൃപകളും നന്മകളെല്ലാം നൽകി അനുഗ്രഹിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം.